ദിവസം ഇട്ടാലും ഉണ്ടാവില്ല അത്ര ഐശ്വര്യം, പിറ്റേ ദിവസം ഇട്ടാലും ഉണ്ടാവില്ല. അക്ഷയതൃതീയ അന്ന് സ്വർണ്ണം ഇട്ടാലുണ്ടല്ലോ ഐശ്വര്യം അങ്ങനെ ഒഴുകിയിട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, അത്രമാത്രം ഐശ്വര്യ. പക്ഷെ ഇത് കൊണ്ടുപോകാൻ വരുന്ന കള്ളനെ ഇത് അക്ഷയതൃതീയ അന്ന് വാങ്ങിയത് ഐശ്വര്യം ഉണ്ടാവും വാങ്ങിയാന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടാവില്ല അല്ലേ. ഏതോ രണ്ട് വൻകിട ജ്വല്ലറിക്കാരുടെ പരസ്യവാചകമായിട്ട് ഉപയോഗിച്ച സാധനം എടുത്തിട്ടാ നമ്മള് ഭർത്താക്കന്മാരൊക്കെ തലേ ദിവസം രാത്രി ചെമ്മണ്ണൂരിന്റെ മുന്നിൽ പേപ്പർ ഇട്ട് കിടക്കുക, രാവിലെ തുറക്കുമ്പോ ഭാര്യയ്ക്ക് ആദ്യത്തെ ഐശ്വര്യം കൊണ്ട് കൊടുക്കാനേ. എന്താ കഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര അധികം വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലോ. അക്ഷയതൃതീയ എന്ന് പറയുന്നത് ബലരാമന്റെ ജന്മദിന. ഏത് ബലരാമനാ? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ബലരാമേട്ടനല്ല, ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠൻ രോഹിണിയുടെ പുത്രനായിട്ടുള്ള ബലരാമന്റെ ജന്മദിനം. അതേ ജന്മദിന ദിവസത്തില്, അക്ഷയതൃതീയ ദിവസത്തില് ദ്വാരകാവാസികൾ മുഴുവൻ അവിടെ കൊടും വരൾച്ചയിൽ വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത് തന്റെ ആയുധമായ കലപ്പയെടുത്തു കൊണ്ടുപോയിട്ട് ആ ദ്വാരകയിൽ തോട് കീറിയിട്ട് ദ്വാരകാവാസികൾക്ക് മുഴുവൻ വെള്ളം